ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ UPSC ഉദ്യോഗാർത്ഥികളുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, കഴിഞ്ഞ ദിവസം LPSC വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയും ഇതുപോലെ തന്നെ ഒരു രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ UPSC വിദ്യാർത്ഥികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണ്. അതെ രുചീഷ്, അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് ഇപ്പോൾ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ UPSC ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 17 ദിവസമായി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ അനിശ്ചിതകാല സമരം നടത്തുകയാണ്. അതിനിടയിൽ നിരവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം LPSC റാങ്ക് ഹോൾഡർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടായ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും UPSC റാങ്ക് ഹോൾഡർമാർ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണുകയും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, ഒരു ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച നടത്തുകയും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാനുമാണ് UPSC റാങ്ക് ഹോൾഡർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ചില ആവശ്യങ്ങൾ ഇപ്പോൾ സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇവരുടെ റാങ്ക് പട്ടികയിൽ നിയമനം നടത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങളിൽ 45 ദിവസത്തിനുള്ളിൽ സാവകാശം തേടിയിട്ടുണ്ട് സർക്കാർ. 45 ദിവസത്തിനുള്ളിൽ ഈ വിഷയം വിശദമായി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 45 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാം എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒപ്പം തന്നെ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും അതിനോടൊപ്പം തന്നെ ഫിഷറി സ്കൂളുകളിലും UP സ്കൂൾ ടീച്ചർമാരെ നിയമിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ആ വിഷയം പെട്ടെന്ന് പരിശോധിക്കാനായി അടിയന്തരമായി പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒഴിവില്ലാതെ ഇത്തരത്തിൽ PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഒഴിവാക്കാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഇവരുടെ റാങ്ക് പട്ടിക പുറത്തു വന്നിട്ട് 1 വർഷം പിന്നിട്ടു. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് പട്ടികയ്ക്ക് നീട്ടി നൽകുന്നതിന് ഈ കാലാവധി നീട്ടി ുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പരിശോധിക്കാം എന്നുകൂടി മന്ത്രി ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ UPSC റാങ്ക് ഹോൾഡർമാർ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രുചീഷ്, ഹാൻസ്, പക്ഷേ ഈ ഒഴിവില്ല എന്നുള്ള കാര്യം അത് സാമ്പത്തികമായൊക്കെ ആലോചിച്ച ശേഷം പറയുന്ന ഒരു വിഷയമാണ്. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറയുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗാർത്ഥികൾ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നുമില്ല. ഇല്ല രുചീഷ്, ഈ പറയുന്നത് പോലെ തന്നെയാണ്. നിലവിൽ നിയമനം നടത്താനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഇവരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം UP തസ്തികകളിലടക്കം നിലവിലെ അധ്യാപകർക്കടക്കം ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പുതിയ നിയമനങ്ങൾ എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ള ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി അവരോട് ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉദ്യോഗാർത്ഥികളെ ഇനിയിപ്പോൾ നിയമിച്ചു കഴിഞ്ഞാൽ മറ്റ് അധ്യാപകർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകുമോ, അത്തരത്തിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. 1000 വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഒരു 1000 വേക്കൻസി വരുമ്പോൾ അതിൽ 500 ആളുകൾ നിലവിലുള്ള അധ്യാപകർ തന്നെ ഉണ്ടാകും. പിന്നീട് ബാക്കിയുള്ളവരെ എങ്ങനെ നിയമിക്കാനാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒഴിവുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നിയമനം തേടി നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഈ പട്ടികയിൽ നിന്നടക്കം നിയമിക്കുന്നത് പ്രാവർത്തികമല്ല എന്നുള്ള ഒരു സാങ്കേതിക തടസ്സമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ UPSC റാങ്ക് ഹോൾഡർമാരും തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അനിശ്ചിതമായി ഈ സമരം നീണ്ടുപോകുന്നത് അവർക്കും ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണം ഉണ്ടാകുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ 45 ദിവസം എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കാൻ UPSC റാങ്ക് ഹോൾഡർമാർ തയ്യാറായിട്ടുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. നേരത്തെ LPSC റാങ്ക് ഹോൾഡർമാരുമായി നിരവധി തവണ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ചർച്ച നടത്തിയെങ്കിൽ പോലും UPSC റാങ്ക് ഹോൾഡർമാരുമായി ചർച്ച നടത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു മുൻകൈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ആദ്യ യോഗം എന്നുള്ള നിലയിൽ ഒരു ഔദ്യോഗിക യോഗം ഇന്ന് നടന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ഉറപ്പുകൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ ഉറപ്പുകൾ അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ UPSC റാങ്ക് ഹോൾഡർമാർ തീരുമാനിച്ചിരിക്കുന്നത്. രുചീഷ്, ശരി ഹാൻസ്, എന്തായാലും LPSC റാങ്ക് ഹോൾഡേഴ്സുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ UPSC റാങ്ക് ഹോൾഡേഴ്സുമായി നടത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. എന്തായാലും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ സമരവും താൽക്കാലികമായി പിൻവലിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. മറ്റു വാർത്ത